ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് കുറച്ച് മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിൾ ഉണ്ടാക്കാൻ പോകാനാണ് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും മാത്രം ചേർത്തിട്ടാണ്. ഓക്കെ, നന്ന് ചൂടായി വരുമ്പോൾ ഈ വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റിയെടുക്കണം. ഇത് നന്നായി നല്ല നേരം വഴറ്റിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വെജിറ്റബിൾസിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ബാക്കി എണ്ണ കത്തിയിടുന്നുണ്ട്. ഇത് മാത്രം ഒരു കഷ്ണങ്ങൾ മാത്രം ഒരു പാത്രത്തിലേക്കാക്കി കുറച്ച് സോൾട്ട് മിക്സ് ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവ പൊടിയാണ് നല്ലത്. ഞാൻ ഉലുവ ഇടുന്നത്. കുറച്ച് കായപ്പൊടി ഒരു 1.5 സ്പൂൺ ഇടും. കശ്മീരി ചില്ലി ചേർക്കും. എരിവിനനുസരിച്ച് ചേർക്കും. ഇതിലേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്യണേ. പിക്കിളിൻ്റെ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ. എണ്ണ കുറഞ്ഞതുപോലെ തോന്നി കുറച്ചുകൂടെ നല്ലെണ്ണ ഒഴിച്ചു. കുറച്ച് കറിവേപ്പില ചേർക്കണം. ഒരു പൊടിയിലേക്ക് ഒരു പച്ച മണം മാറി തുടങ്ങിയാൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക. ഞാൻ കുറച്ച് പറയുന്നത് കൈയോളമാണ്. കുക്കിംഗ് എക്സ്പോർട്ട് അല്ലാത്തതുകൊണ്ട് കറക്റ്റ് അളവ് പറഞ്ഞിട്ട് അറിയില്ല. പക്ഷെ കുക്കിംഗ് ഇഷ്ടമാണ്. അടുത്ത വീഡിയോയിലോട്ട് പ്രോപ്പർ മെഷർമെൻറ്റ് പറഞ്ഞു നോക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. തൽക്കാലം ഫ്ലെയിം ഓഫ് ചെയ്യും. മിക്സ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത് ജസ്റ്റ് നന്നായി ചൂടാറിയ ശേഷം മാത്രം രണ്ടും കൂടെ മിക്സ് ചെയ്താൽ മതി. ഓക്കെ, ഈ വഴറ്റി വെച്ച ബീട്രൂട്ടും ക്യാരറ്റും കുറച്ച് ഉപ്പ് ചേർത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ചീനച്ചട്ടിയിൽ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലാഗ് ആവാൻ കാരണം എൻ്റെ വീഡിയോഗ്രാഫർക്ക് നാളെ എക്സാം വന്നിട്ട് അതുകൊണ്ട് ഇന്ന് അവൻ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് സംഭവം. ഇത് രണ്ടാമത്തെ തവണ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കഞ്ഞിയുടെ കൂടെയും അത്യാവശ്യം സ്കൂളിലേക്കൊക്കെ ഉപ്പേരി കറി നോക്കിയ സമയം കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യത്തിനൊക്കെ യൂസ് ചെയ്യും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മാസമൊക്കെ ഉപയോഗിക്കും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ.